സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് അതികഠിനമായ വേദന, ഡിസ്പെർണിയ അല്ലെങ്കിൽ വജൈനിസ്മസ് ഉള്ള ആളുകൾക്ക് മുൻപ് ഇത് സംബന്ധിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. ആഫ്റ്റർ മാരേജ് ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പോലും ഇത് ഇന്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഇത് എന്താണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അനുഭവിക്കാത്ത, കല്യാണം കഴിഞ്ഞിട്ട് 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഇച്ചിങ്ങും പെയിനും ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അഡ്നോമൈസിസ് ഉണ്ടാവും, എൻട്രിയോമെട്രോസിസ് ഉണ്ടാകുമ്പോഴുള്ളവർക്ക് പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്ക് പെയിൻ ഉണ്ടാവാം. പക്ഷേ ഇത് മാനസികമായിട്ട് എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവാം, ഭയങ്കര ഭയം, മുൻപുള്ള ഒരു ട്രോമ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാവാം. അതുമാത്രമല്ലാതെ ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി, മുൻപ് മറ്റുള്ളവർ പറഞ്ഞ പല കഥകൾ ആലോചിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഈ നോർമലി ഫിസിക്കൽ കണ്ടീഷൻ അല്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്, മാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. സോ ഇങ്ങനെ അനുഭവപ്പെടുന്ന ആരാണെങ്കിലും നിങ്ങൾ നോർമൽ മെഡിക്കേഷനോടൊപ്പം തന്നെ സൈക്കോതെറാപ്പിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടാവും.